ബെൻ ജോൺസന് ഇന്നും ലോകമെങ്ങും ആരാധകരുണ്ട്. സിയോൾ ഒളിമ്പിക്സിൽ ബിഗ് ബെന്നിനെ ഉത്തേജകത്തിൽ കുടുക്കിയതാണോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. സത്യം എന്തായാലും ബെൻ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഒരു ഇതിഹാസം തന്നെയാണ്. വേഗരാജാവായി തന്നെ അദ്ദേഹം അറിയപ്പെടും. 1988 സിയോൾ ഒളിമ്പിക്സിൽ ഉത്തേജകത്തിൽ കുടുങ്ങി 100 മീറ്ററിൽ ലഭിച്ച സ്വർണം മടക്കി നൽകി തല താഴ്ത്തി മടങ്ങിയ ബെൻ ജോൺസൺ ഇന്നും സ്പോർട്സ് പ്രേമികളുടെ മനസ്സിൽ നീറുന്ന ഓർമ്മയാണ്. സിയോൾ ഒളിമ്പിക്സിൽ 100 മീറ്റർ ഫൈനലിൽ ഓടിയ 8 പേരിൽ റോബ്സൺ ഡാസിൽവയും കാൽവിൻ സ്മിത്തും ഒഴികെ 6 പേരും ഉത്തേജകം ഉപയോഗിക്കുന്നവരായിരുന്നുവെന്ന് റിച്ചാർഡ് മൂറിന്റെ ദ ഡേർട്ടിയസ്റ്റ് റേസ് ഇൻ ഹിസ്റ്ററി എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ ആധികാരികമായി വിവരിക്കുന്നുണ്ട്. 3 വ്യാഴവട്ടം കഴിഞ്ഞിരിക്കുന്നു. ബെൻ ജോൺസൺ ഇന്ന് ഒരു പരിശീലകനാണ്. ഒരു മലയാളി അത്ലറ്റിലൂടെ അദ്ദേഹം ഇന്ത്യയിലെ അത്ലറ്റിക്സ് പ്രേമികളിലേക്ക് എത്തുകയാണ്. മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ കാനഡയുടെ താരമായ നൈന ജോസ് ആണ് ബെന്നിന്റെ ശിഷ്യ. 1980കളിൽ കേരളത്തിലെ മികച്ച സ്പ്രിന്റർമാരിൽ ഒരാളായിരുന്ന നൈന 9ാം ലോക മാസ്റ്റേഴ്സ് ഇൻഡോർ മീറ്റിൽ കാനഡയുടെ ടീമിലുണ്ടായിരുന്നു. 6 മാസമായി നൈന ബെന്നിന് കീഴിൽ പരിശീലനം നേടുകയാണ്. ലക്ഷ്യം 2025 മാർച്ച് ഫ്ലോറിഡയിൽ നടക്കുന്ന ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ 100 മീറ്ററിൽ പങ്കെടുക്കുക എന്നുള്ളത്, മെഡൽ നേടുക എന്നും. നൈനയ്ക്ക് കഴിഞ്ഞ വർഷം ഒന്റാറിയോ മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡൽ കിട്ടിയിരുന്നു. ടൊറന്റോ ട്രാക്ക് ആൻഡ് ഫീൽഡ് സെന്ററിൽ ഓടാൻ പോകുമായിരുന്ന നൈന അവിടെ വെച്ചാണ് ബെൻ ജോൺസനെ പരിചയപ്പെട്ടത്. നൈനയുടെ ലക്ഷ്യം അറിഞ്ഞ ബെൻ സന്തോഷത്തോടെ പരിശീലനം ഏൽക്കുകയായിരുന്നു. കാനഡയുടെ ഭാവി വാഗ്ദാനങ്ങളായ യുവതാരങ്ങളും ബെന്നിന്റെ കീഴിൽ പരിശീലനം നടത്തുന്നുണ്ട്. 62കാരനായ ബെന്നിനുമുണ്ടൊരു ലക്ഷ്യം. സിയോളിൽ തന്നെ ചിലർ ഉത്തേജകത്തിൽ കുടുക്കിയതായിരുന്നുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക. നൈനയുടെ ലക്ഷ്യം സാധ്യമാകാൻ സഹായമേറ്റ ബെൻ തന്റെ ലക്ഷ്യം ശിക്ഷയോട് പറയുകയും ചെയ്തു. കോട്ടയം ഇലഞ്ഞി സ്വദേശിയായ നൈന 5 ദേശീയ മീറ്റുകളിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല ടീമിലും അംഗമായിരുന്നു. 1988, 1989 വരെ നൈന ട്രാക്കിൽ സജീവമായിരുന്നു. കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലായിരുന്നു തുടക്കം. പിന്നെ ചങ്ങനാശ്ശേരി അസംഷനിൽ പഠിച്ചു. തൃശൂർ വിമലയിൽ നിന്ന് ബിരുദവും എറണാകുളം മഹാരാജാസിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. യൂണിവേഴ്സിറ്റി മീറ്റിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതിന്റെ പേരിൽ സ്പോർട്സ് കോട്ടയിൽ MBBS അഡ്മിഷൻ നഷ്ടമായ നൈന പിന്നീട് ലഭിച്ച കോളേജ് അധ്യാപിക ജോലി ഉപേക്ഷിച്ചാണ് കാനഡയിലെത്തിയത്. കുടുംബമായി വുഡ് ബ്രിഡ്ജിൽ താമസിക്കുകയാണ് നൈന ഇപ്പോൾ. പഴയ തലമുറ നൈനയെ ഓർക്കുന്നുണ്ടാകും. 1985 തിരുവനന്തപുരത്ത് ദേശീയ മീറ്റിൽ വനിതകളുടെ 4x100 മീറ്റേഴ്സ് റിലേ ഹീറ്റ്സിൽ ബാറ്റൺ തെറിച്ച് ട്രാക്കിനു വെളിയിൽ വീണത് എടുത്തു ഓടി കേരളത്തെ ഒന്നാമതെത്തിച്ച താരമാണ് നൈന. നല്ല എഴുത്തുകാരി കൂടിയായ നൈന ഏതാനും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജോലിക്കും കായിക പരിശീലനത്തിനുമൊപ്പം എഴുത്തും തുടരുകയാണ്. ഇന്ത്യയിൽ ഒരിക്കൽ ഒറീസയിൽ വന്നിട്ടുള്ള ബെൻ ജോൺസനെ നൈന കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ബെൻ ക്ഷണം സ്വീകരിക്കുകയാണ്. PT ഉഷയെ അറിയില്ലെന്ന് പറഞ്ഞ ബെന്നിന് കേരള സന്ദർശന വേളയിൽ ഉഷയെ കണ്ടുമുട്ടാൻ കഴിയട്ടെ. 24news.com-ൽ പ്രശസ്ത സ്പോർട്സ് ലേഖകൻ സനൽ P. തോമസ് എഴുതിയ ലേഖനത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്.